ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ ടീൻ വോൾഫിൻ്റെ എപ്പിസോഡ് 9 ആണ് കാണാൻ പോകുന്നത്. വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ഹൈസ്കൂളിലെ സ്കോട്ടിൻ്റെ പ്രൊഫസറെ കാണിക്കുന്നു. ഇതൊരു കെമിസ്ട്രി പ്രൊഫസറാണ്. ഈ സമയത്ത് അവിടെ ഒരു പേപ്പർ ആണെങ്കിൽ ആരോ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇദ്ദേഹത്തിൻ്റെ പേരുണ്ട്, അഡ്രിയാൻ ആർ ഹാരിസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇപ്പം പുറകിൽ നിന്ന് ഒരു ആൽഫയുടെ ശബ്ദമാണെങ്കിൽ കേൾക്കുന്നു. ഈ ലെറ്റർ ആരാണ് എഴുതിയെന്ന് നിനക്ക് നല്ലപോലെ അറിയാം. ആരാണെന്ന് ചോദിക്കുന്നു. ലോറയാണെന്ന് പറയുന്നു. ശരി, അവൾ എന്തിനാണ് നീ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുന്നു. നീ തിരിഞ്ഞു നോക്ക്, നീ എന്താണ് എന്നെ ചെയ്തതെന്ന് നീ കാണാൻ പറയുന്നു. ആൽഫ ഇയാളുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും അവിടെ ഡെറിക്ക് പെട്ടെന്ന് വന്ന് ഈ പ്രൊഫസറിനെ രക്ഷിക്കുന്നു. ആ സമയത്ത് കൊണ്ട് ആ ചെന്നായി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഈ സമയത്ത് പോലീസൊക്കെ തന്നെ ആ കോളേജ് മൊത്തം വളഞ്ഞിരിക്കുവാണ്. ഡെറിക്കിനും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുന്നു. ഇതേ സമയത്ത് സ്റ്റൈലിൻ്റെ അച്ഛനാകട്ടെ ഒരു പോലീസ് വണ്ടിയിൽ ഈ ഡെറിക്കിനെ പിടിക്കാൻ വേണ്ടി ഫോളോ ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. അതേ സമയത്ത് തന്നെ വേറൊരു ടീമാകട്ടെ, ഹണ്ടർ ടീം, ആർഗട്ടും കേറ്റും കൂടി ചേർന്ന് നമ്മുടെ ഡെറിക്കിനെ എങ്ങനെയെങ്കിലും പിടിച്ചേ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞ് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ സമയത്താകട്ടെ ഇവിടെ സ്കോട്ടും സ്റ്റൈലും കൂടെ ഡെറിക്കിനെ തപ്പിയാണെങ്കിൽ പുറകെ ഇങ്ങനെ വരുവാണ്. ഇപ്പം ബ്ലോഗ്സിനെയൊക്കെ അയച്ചു വിട്ട് ഡെറിക്കിനെ പിടിക്കാൻ വേണ്ടി നോക്കുന്നു. എന്നാൽ ഇവൻ ചെന്നായല്ലേ എല്ലാത്തിനെയും പേടിച്ചാണെങ്കിൽ ഓടിപ്പിക്കുന്നു. ഇവിടെയാണെങ്കിൽ സീൻ കട്ട് ചെയ്തിട്ട് സ്റ്റെയിൻ്റെ അച്ഛൻ്റെ വാക്കി ടോക്കി ഉപയോഗിച്ചാണ് ഇപ്പം ഡെറിക്ക് എവിടെയാണ് കണ്ടുപിടിച്ചത്. ഇപ്പം ഇവരും ആണെങ്കിൽ അങ്ങോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് ഡെറിക്കും കുറേ ഓടി അവസാനം ഹണ്ടറായ ആർഗറ്റിൻ്റെ അടുത്താണെങ്കിൽ പിടിപെടുവാണ്. ഇപ്പം ഇവനും ആണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോഴേക്കും തക്ക സമയത്ത് സ്കോട്ടും സ്റ്റെയിനും ആണെങ്കിൽ അവൻ്റെ കാറിലാണെങ്കിൽ വേഗം അവിടെ എത്തുവാണ്. ഇപ്പം ഇവനെ അറ്റാക്ക് ചെയ്യാമെന്നതിന് മുമ്പ് തന്നെ ഇവനെ വിളിച്ചുകൊണ്ടാണെങ്കിൽ നേരെ പോകുന്നു. സ്കോട്ടും എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആൽഫിനെ കണ്ടുപിടിച്ചു, അവൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് ആ പോലീസ് വന്ന് എന്നെ പിടിച്ചെന്ന് പറയുന്നു. അത് കേട്ട് സ്റ്റെയിൻ ആകട്ടെ പോലീസ് അവരുടെ ജോലിയില്ല ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇപ്പം ഇവനെ നോക്കുവാണ്. ഇതേ സമയത്ത് ശരി, അവനെ ഇനി കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം ഡെറിക്ക് ഒരു കാര്യം പറയുവാണ്. എൻ്റെ അനിയത്തി മരിക്കുന്നതിന് മുമ്പ് 2 കാര്യമാണ് എന്നോട് പറഞ്ഞത്. ഒരു പേര് അഡ്രിയാൻ ആനിസിനെ കുറിച്ച്. ശരി, അത് ഞങ്ങളുടെ പ്രൊഫസർ അല്ലെന്ന് ചോദിക്കുന്നു. അതെ, അയാളും എൻ്റെ അനിയത്തിയായിട്ട് എന്താ ബന്ധം എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. രണ്ടാമതായിട്ട് ഈ ലോക്കറ്റിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറയുന്നു. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ആലിസിൻ്റെ കയ്യിലുള്ള ലോക്കറ്റ് ആണെന്ന് പറഞ്ഞ് ഇവനും അവിടെ നിന്ന് പോകുവാണ്. ഇപ്പോൾ ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം കോളേജാണ് കാണിക്കുന്നത്. ആലിസിനും സ്കോട്ടും വളരെ വഴക്കായതുകൊണ്ട് ഇപ്പോൾ ഇവൻ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് അറിയത്തില്ല. നീ എന്തെങ്കിലും കാണിച്ച് ആ ലോക്കറ്റ് ഒന്ന് മേടിക്ക്, ആ ലോക്കറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ, അതോ ആ ലോക്കറ്റ് എന്താണെന്ന് ക്ലൂ ഒന്ന് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറയുന്നു. എന്നാൽ സ്റ്റെയിൻ വിചാരിക്കുന്നത് പോലെ ആ കാര്യം അത്രയ്ക്ക് എളുപ്പമല്ലെന്ന് സ്കോട്ടിനും അറിയാം. ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ജാക്സനെ കാണിക്കുന്നു. ജാക്സനും ഹോസ്പിറ്റലിലാണുള്ളത്. എറിക്കിവൻ്റെ കഴുത്തിലാണെങ്കിൽ ഒരു പാട് വരച്ചില്ലേ, അതിനുശേഷമാണ് ഇതൊക്കെ ഉണ്ടായത്. ഇവനും ഇപ്പോൾ വയ്യാതെ പോലെ അവിടെ കിടക്കുവാണ്. ഈ സമയത്ത് ആ ഡോക്ടർ ആകട്ടെ നിക്ക്, ഞാനൊന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞ് വളരെ വലിയ സൂചിയൊക്കെ എടുത്ത് ഇവൻ്റെ കഴുത്തിൻ്റെ പുറകെ കീറി നൂല് പോലുള്ള സാധനമൊക്കെ പുറത്തേക്ക് എടുക്കുന്നു. ഇപ്പം ഇവൻ നോക്കുമ്പോഴേക്കും അവൻ ഡോക്ടർ മാറിയിട്ട് ഡെറിക്കിനെ പോലെ ഇവനെ കാണുവാണ്. ഇപ്പം ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് ജാക്സനും എഴുന്നേക്കുന്നു. ഇപ്പം ആ ഡോക്ടർ പറയുന്നു, ആ ഡോക്ടറും നിനക്കൊരു കുഴപ്പമില്ല, നീ ഓൾ ഫ്ലവർ കഴിച്ചോ, അതുകൊണ്ടാണ് ഈ അലർജി വന്നതെന്ന് പറയുന്നു. ഓൾ ഫ്ലവറോ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊരു പോയിസൺ പോലുള്ള ഫ്ലവറാണ്, അത് കഴിച്ചാലാണെങ്കിൽ ഇതുപോലുള്ള സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു. ജാക്സന് നേരെ സ്കോട്ടിൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ഒരു കാര്യം പറയുവാണ്. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഞാനൊന്ന് യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ച് ആ ഓൾ ഫ്ലവർ എന്താണെന്ന് ഇവനാണെങ്കിൽ നോക്കുന്നു. ഇപ്പോൾ ഇവനൊരു കാര്യം മനസ്സിലായി, ഷോക്കായിട്ട് നിൽക്കുവാണ്. ഇപ്പോൾ ഇവിടെ കോളേജാണ് കാണിക്കുന്നത്. ജാക്സനും അവിടെ നേരെ നടന്നു വന്ന് സ്കോട്ടിൻ്റെ അടുത്തൊരു കാര്യം പറയുന്നു. നിനക്ക് എന്ത് പവറാണുള്ളതെന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു. നീ എന്താടാ പറയുന്നത്, എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി, എല്ലാം തന്നെ മനസ്സിലായി. നീ പവർ ഉപയോഗിച്ചല്ലേ ഈ ഗെയിമിനൊക്കെ നല്ല സ്കോർ മേടിക്കുന്നത്. ഇത് ലിതിക്കറിയാവോ, ഞാൻ അവളുടെ അടുത്ത് പറയട്ടെ എന്ന് പറയുന്നു. ഇനി ഞാൻ പറയുന്നത് വേണം നീ കേൾക്കാനെന്ന് പറഞ്ഞ് അവിടുന്ന് ജാക്സൺ പോകുന്നു. സ്റ്റെയിനും പറയുവാണ്, അവന് നീ ഓൾഫാണെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ലായിരിക്കും, അവൻ ചുമ്മാ പറഞ്ഞായിരിക്കും എന്ന് പറയുന്നു. അവൻ ആലിസിൻ്റെ അടുത്ത് പറയുമെന്നാണ് പറഞ്ഞത്. ആർഗറ്റ് അവളുടെ അച്ഛനാണെങ്കിൽ അറിയുവാണെങ്കിൽ എല്ലാ കാര്യവും തീർന്നെന്ന് പറഞ്ഞ് ഇവനെ ഇങ്ങനെ പേടിക്കുവാണ്. ശരി, നീ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട, ആലിസിൻ്റെ കയ്യിലിരിക്കുന്ന ആ ലോക്കറ്റ് അതെങ്ങനെയെങ്കിലും സ്വന്താക്കാൻ നോക്കാൻ പറഞ്ഞ് ഇവനുമാണെങ്കിൽ ആലീസിൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും സംസാരിക്കാമെന്ന് പറഞ്ഞ് ആ ക്ലാസ്സിൽ പോയിരിക്കുന്നു. ഇപ്പം ആലീസിൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങുവാണ്. ആലീസൻ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, നിനക്ക് ഞാനിപ്പോൾ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആ മെസ്സേജ് ഒന്ന് എടുത്ത് നോക്കാൻ പറയുന്നു. ഇവളും ആണെങ്കിൽ ഇവളുടെ ഫോണിൻ്റെ അകത്ത് ആ മെസ്സേജ് എന്താണെന്ന് പറഞ്ഞ് എടുത്ത് നോക്കുമ്പോഴേക്കും ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന ക്ലോസ് ആയിട്ടിരുന്ന ഫോട്ടോസാണ് അതിൻ്റെ അകത്തുള്ളത്. ഇത് കണ്ടതും ആലീസിന് ദേഷ്യം വന്ന് അവിടുന്ന് വേഗം ആണെങ്കിൽ ഇറങ്ങിപ്പോകുവാണ്. ഇപ്പം സ്കോട്ടും പുറകെ പോയി ഇവളുടെ അടുത്ത് ചോദിക്കുന്നു, നിനക്ക് എന്താണ് പറ്റിയത്, ആ ഫോട്ടോസൊക്കെ നല്ലതല്ലേ എന്ന് ചോദിച്ച് വീണ്ടും ഇവളോട് സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങുമ്പോഴേക്കും ആലീസൻ പറയുവാണ്, നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുവാണോ, അതുകൊണ്ടല്ലേ നീ ഈ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നത് എന്ന് പറഞ്ഞ് ഇവളും ആണെങ്കിൽ വേറൊരു
രീതിയിലാണെങ്കിൽ അത് എടുക്കുവാണ്. സ്കോട്ടിനും ഒന്നും തന്നെ പറയാൻ സാധിക്കുന്നില്ല. ഈ സമയത്ത് ആലീസിനും ആണെങ്കിൽ അവിടെ നിന്നാണെങ്കിൽ പോകുന്നു, സ്കോട്ടും അവിടുന്ന് പോകുന്നു. ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് ഈ കാര്യമൊക്കെ സ്റ്റെയിൻ്റെ അടുത്ത് പറയുവാണ്, ഇങ്ങനെയൊക്കെ ആയടാ, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ്. ശരിടാ, അവളുടെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കതെങ്ങനെ മോഷ്ടിക്കാന്ന് പറഞ്ഞ് ഇവനും പ്ലാൻ ചെയ്യുവാണ്. ജാക്സൺ സ്കോട്ടിനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇതേ സമയത്ത് ഇവനൊരു ആപ്പിൾ കടിക്കുമ്പോൾ ആ ശബ്ദം നമ്മുടെ സ്കോട്ടിന്റെ കാതിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. അവൻ എൻ്റെ മൈൻഡ് റീഡ് ചെയ്യാൻ നോക്കുകയാണെന്ന് തോന്നുന്നത്. സ്റ്റെയിൻ, നീ ഇപ്പം എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോഴേക്കും സ്റ്റെയിനും പറയുന്നു, ശരി നീ ഒന്നും ചിന്തിക്കണ്ട, വെറുതെ കൂളായിട്ടിരിക്കാൻ പറയുന്നു. ഇതേ സമയത്താണെങ്കിൽ ഇവന്റെ മൈൻഡിൽ നിന്ന് ജാക്സൺ സംസാരിക്കുവാണ്, നിന്റെ കാമുകില്ലേ, അവളെ ഞാൻ സ്വന്തമാക്കും, അവള് ഇനി എൻ്റെ മാത്രമാണെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവനെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കോട്ടും എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജാക്സൺ ആകട്ടെ ഇവനെ നോക്കി ഇങ്ങനെ രസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെയാണെങ്കിൽ നമ്മുടെ ജാക്സനും ആലിസനും ആണെങ്കിൽ സിങ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ജാക്സൺ ആകട്ടെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ വളയ്ക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയത്ത് സ്കോട്ട് ആകട്ടെ അവളുടെ ബാഗ് തപ്പി എങ്ങനെയെങ്കിലും ആ ലോക്കറ്റ് എടുക്കാൻ നോക്കുന്നു. അവളുടെ ബാഗിൻ്റെ അകത്ത് പോലും ആ ലോക്കറ്റ് ഇല്ല. ഇപ്പം ജാക്സൺ ആണെങ്കിൽ നമ്മുടെ സ്കോട്ടിനെ കുറിച്ചുള്ള മോശമായിട്ടുള്ള കാര്യമൊക്കെ ഇവളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്കോട്ടിനെ കാണും നല്ല പയ്യൻ ഞാനാണ്, അത് നിനക്കറിയാവോ എന്നൊക്കെ ചോദിക്കുന്നു. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ജാക്സൺ ആകട്ടെ പോകുമ്പോൾ അവിടെ നമ്മുടെ ജാക്സന്റെ ഗേൾഫ്രണ്ട് ഉണ്ട് ലിഡിയ, അവൾ വരുന്നു. നീ എന്താണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കുന്നു. എന്നെ നീ ബ്രേക്കപ്പ് ചെയ്യുവാണോ എന്ന് ചോദിക്കുന്നു. അതെ, ഞാൻ നിന്നെ ബ്രേക്കപ്പ് ചെയ്യുവാണ്, എന്റെ മൈൻഡ് ഇപ്പം ക്ലിയർ ആണ്, നിന്നെ പോലെ ആവശ്യമില്ലാത്തവരെയൊക്കെ ഞാനാണെങ്കിൽ ഒഴിവാക്കുവാണെന്ന് പറഞ്ഞ് ഇപ്പം ജാക്സനും അവിടെ നിന്ന് നടന്നാണെങ്കിൽ പോകുന്നു. ഇവിടെ സ്റ്റെയിൻ്റെ വീട്ടിലാണ് ഡെറിക് ആണെങ്കിൽ ഉള്ളത്. നിൽക്കി, ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഇവന് വെളിയിലേക്ക് പോകുമ്പോൾ ഇവൻ്റെ അച്ഛനാണെങ്കിൽ അവിടെ നിൽക്കുവാണ്. ഇന്ന് നൈറ്റ് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ സ്റ്റീവ് പറയുവാണ്, എൻ്റെ ഗെയിമിനെ കുറിച്ച് മറക്കില്ലെന്ന് പറയുന്നു. എന്തായാലും നീ നല്ലപോലെ കളിക്ക്, കലക്ക് മോനെ എന്ന് പറയുമ്പോഴേക്കും ഡെറിക്ക് നേരെ വന്ന് ഇവൻ്റെ കുത്തിന് കയറി പിടിക്കുവാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ഇതെൻ്റെ വീടാണ്, അതുകൊണ്ട് കുറച്ച് മര്യാദയ്ക്കൊക്കെ നിൽക്കാൻ പറഞ്ഞ് നമ്മുടെ ഡെറിക്കിനെ ആണെങ്കിൽ സ്റ്റെയിൻ ആണെങ്കിൽ ഒന്ന് പേടിപ്പിക്കുന്നു. ആ നെക്ലസിൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് സ്കോട്ട് അന്വേഷിക്കാൻ പോയിട്ടുണ്ട്, അതിനേക്കാണ് അത്യാവശ്യമായിട്ട് ഒരു കാര്യമുണ്ട്, അതെന്താണെന്ന് ഇവൻ ചോദിക്കുമ്പോൾ അന്ന് ഹൈസ്കൂളിൽ നമ്മളുണ്ടായിരുന്നപ്പോൾ ആലീസന് ഒരു മെസ്സേജ് കിട്ടിയത് കൊണ്ടാണ് അവൾ ഹൈസ്കൂളിലേക്ക് എത്തിയത്. ആ മെസ്സേജ് അയച്ചത് ഒരു ആൽഫയാണ്, കാരണം ഇവരെല്ലാം അയച്ചത് അതൊരു ആൽഫ തന്നെയാണ്, നമുക്കത് കണ്ടുപിടിക്കാമെന്ന് പറയുന്നു. ഇതേ സമയത്ത് നമ്മുടെ സ്കോട്ട് കാണിക്കുന്നു ആലീസന്റെ വീട്ടിലാണെങ്കിൽ കയറി ലോക്കറ്റ് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇവനും കുറെ സ്ഥലം തപ്പുന്നു. അതിനുശേഷം ഒരു ബുക്കിന്റെ അകത്ത് നിന്ന് ആ ലോക്കറ്റ് കിട്ടുവാണ്. എന്നാൽ അവിടെയുള്ള ബുക്കിന്റെ അകത്താണെങ്കിൽ ഇവൾ എന്തൊക്കെയോ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അതാണെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേഷൻ വെച്ച് നോക്കുമ്പോഴേക്കും അത് ഒരു ഊൾഫിനെ കുറിച്ചുള്ള കാര്യമാണ് എഴുതിയിരിക്കുന്നത്. എല്ലാം പ്രശ്നമാണെന്ന് പറഞ്ഞ് ഈ സ്കോട്ടും അവിടെ ഇരിക്കുന്നു. ഇപ്പൊ സ്റ്റീവും അവന്റെ കൂട്ടുകാരനും കൂടെ ചേർന്ന് ആ മെസ്സേജ് വന്ന സ്ഥലത്തിന്റെ ലൊക്കേഷനാണ് ഈ കണ്ടുപിടിക്കുകയാണ്. ഇതാണ് ആ സ്ഥലം, ഇത് ഒരു ഹോസ്പിറ്റലാണെന്ന് പറയുന്നു. ഈ സ്ഥലത്താണ് എൻ്റെ അങ്കിൾ ഉള്ളതെന്ന് ഡെറിക് ആണെങ്കിൽ ഇവരോട് പറയുവാണ്. ഇതേ സമയത്ത് സ്കോട്ടിനെ കാണിക്കുവാണ്. സ്കോട്ടാകട്ടെ ആലിസിന്റെ വീട്ടിൽ നിന്ന് നേരെ പോകാൻ നോക്കുമ്പോൾ ആലിസിന്റെ അച്ഛൻ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു. ഇവനും എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ആലിസിനെ കാണാൻ വന്നതെന്ന് പറയുമ്പോൾ ശരി അകത്തേക്ക് വരാമെന്ന് പറഞ്ഞ് ഇവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. നീയും ആലിസനും ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാം, അതുമാത്രമല്ലാതെ കോളേജ് ടൈമിൽ ഇതൊക്കെ സഹജമാണെന്ന് പറയുന്നു. നിനക്ക് ഡെറിക്കിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് ഇവന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇവനും ഒന്നും മിണ്ടുന്നില്ല. ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ആലിസിനെ കാണിക്കുവാണ്. ആലിസൺ ഡെറിക്കിന്റെ വീട്ടിലെ ആ വീട്ടിലേക്ക് ഓടിയാണെങ്കിൽ കയറുക ചെയ്യുന്നു. അകത്ത് നിന്ന് ഓരോ സ്ഥലങ്ങളാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതും ഒരു പാഴടഞ്ഞ ബിൽഡിംഗ് പോലെയാണ് കാണുന്നത്. അതും എല്ലാ സ്ഥലവും തന്നെ കത്തിയ പാടും നഖത്തിന്റെ പാടൊക്കെ കാണുന്നു. ഇതേ സമയത്ത് അവിടെ കേറ്റ് ആണെങ്കിൽ വരുന്നു. ഒച്ച ഉണ്ടാക്കില്ലേ, ആന്റി എന്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഫോളോ ഒന്നും ചെയ്തല്ല, നിന്റെ സേഫ്റ്റിക്ക് വേണ്ടി പുറകെ വന്നെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. ഇപ്പൊ ഇവരെ സംസാരിക്കാൻ തുടങ്ങുന്നു. ഇപ്പൊ നമ്മുടെ ആലിസൺ ആണെങ്കിൽ ഡെറിക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഡെറിക് എന്തിനാണ് നമ്മളെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിക്കുന്നു. ചില കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പഴയ പകയാണെന്ന് പറയുമ്പോൾ ഇപ്പൊ ആലിസനും പറയുന്നു എനിക്ക് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ലെന്ന് പറയുമ്പോൾ ഇപ്പം കേറ്റും പറയുന്നു ഞാൻ നിന്നെ എല്ലാം പഠിപ്പിച്ചു തരാം ഒരു ദിവസം എന്ന് പറഞ്ഞ് കേറ്റും അവിടെ നിന്ന് പോകുവാണ്. ഇതേ സമയത്താണെങ്കിൽ ഡെറിക്കും ആലിസിന്റെ അച്ഛനോട് സംസാരിക്കുന്നു. ഒരു അച്ഛൻ എന്ന രീതിയിൽ എൻ്റെ മകളുടെ സേഫ്റ്റിയാണ് എനിക്ക് ആവശ്യം, ഡെറിക് എവിടെയാണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നു. എനിക്കൊന്നും അറിയത്തില്ലെന്ന് ഇവനും പറയുവാണ്. നിങ്ങളുടെ മകളെ ആണെങ്കിൽ എനിക്കിഷ്ടമാണ്, അവളുടെ സേഫ്റ്റി എന്നെ ബാധിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞ് ഇവനും ആണെങ്കിൽ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത് ആലിസൺ കേൾക്കുന്നു.
എന്നാൽ ആലിസൺ വന്ന കാര്യം സ്കോട്ടിന് അറിയത്തേയില്ല. ഇപ്പം സ്കോട്ടും അവിടുന്ന് പോകുന്നു. ഇവിടെ ഡെറിക്കും സ്റ്റീവിനെ കാണിക്കുന്നു. ഇവരും ആ ഹോസ്പിറ്റലിൽ അവിടെ വന്നിരിക്കുകയാണ്. എടാ ഞാനൊരു 5 മിനിറ്റും കൊണ്ട് അവിടെ എത്തുമെന്ന് പറയുന്നു. 5 മിനിറ്റും കൊണ്ട് നീ എങ്ങനെയാണ് ഇവിടെ എത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല, ഞാൻ എങ്ങനെയാണ് വരാമെന്ന് പറയുന്നു. 5 മിനിറ്റും കൊണ്ട് ആ ഗെയിമിന് നിനക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ലെന്ന് ഡെറിക്ക് പറയുന്നു. ശരി, ഇപ്പം നീ ആണെങ്കിൽ പോയി നോക്കാൻ പറഞ്ഞ് ആ ഹോസ്പിറ്റലിലേക്ക് ഇവനെ പറഞ്ഞു വിടുവാണ്. ആ ആൽഫേനെ കണ്ടുപിടിക്കാനാണ്. ഇവിടെ ജാക്സനെ കാണിക്കുന്നു. ജാക്സൺ ആകട്ടെ നമ്മുടെ സ്കോട്ടിൻ്റെ അടുത്ത് വന്നിരുന്ന് നീ എങ്ങനെയാടാ ഈ ഗെയിമിലൊക്കെ നല്ലപോലെ കളിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഏത് പവറാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് പറഞ്ഞാൽ എന്തായാലും നിനക്ക് മനസ്സിലാകത്തില്ല, ഊൾഫിന്റെ പവറാണെന്ന് പറയുന്നു. ഊൾഫിന്റെ പവറോ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിക്കുന്നു. ആൽഫയുണ്ട്, അതാണ് ഏറ്റവും വലിയ ശക്തിയുള്ളത്. അത് മാത്രമല്ല 100 ടീം ഉണ്ടെന്ന് പറഞ്ഞ് ആലീസിന്റെ ഫാമിലി അവിടെ ഇരിപ്പുണ്ട്. അവരെ നോക്കുവാണ്. ആർക്കിറ്റ് അവിടെ ഉണ്ട്. ഇവരാണോ 100 ടീം എന്ന് ഇവൻ ചോദിക്കുമ്പോഴേക്കും സ്കോട്ടും ഒന്നും പറയുന്നില്ല. എനിക്ക് മനസ്സിലായി, ഇവരാണ് 100 ടീം. ആലീസിന്റെ സെക്കൻഡ് ടീം ആർക്കിറ്റ് എന്നാണ്, അതായത് ഫ്രഞ്ച് വേർഡിൽ സിൽവർ എന്നർത്ഥം. ഇവര് 100 ടീം ആണെന്ന് പറയുന്നു. എല്ലാം തന്നെ ഈ ജാക്സൺ ആണ് ഈ കണ്ടുപിടിക്കുകയാണ്. ഇവിടെ സ്റ്റെയിനെ കാണിക്കുന്നു. ഇവിടെ ആരെ കാണുന്നുമില്ല, നിന്റെ അങ്കിള് പോലും ഇവിടെ ഇല്ലെന്ന് പറയുന്നു. അകത്ത് ചെന്ന് നോക്ക്, കാണുമെന്ന് പറഞ്ഞ് ഇപ്പൊ സ്റ്റെയിനും അവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഇവന്റെ അങ്കിളെ കാണുന്നില്ല. അതേ സമയത്ത് ഇവന്റെ അങ്കിള് ഹാ എന്ന് പറയുന്നു. നീ എന്നെയാണോ തേടി വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഇവനെ പേടിക്കുവാണ്. ഇപ്പൊ അവിടെ നിന്നാണെങ്കിൽ വേറൊരു പെണ്ണും വരുന്നു. സ്റ്റെയിനും എനിക്കിപ്പോൾ മനസ്സിലായി, നിങ്ങളല്ലേ ആൽഫ, എന്നെ കൊല്ലില്ലെന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടാക്കുവാണ്. ഡെറിക്ക് ആ നേഴ്സിന്റെ തലക്കിടാതെ അടിക്കുന്നു. അവളും ബോധം കെട്ട് വീഴുവാണ്. ഡെറിക്കും ഈ പെണ്ണിനെ വെച്ചല്ലേ ഇത്രയും നാളാണെങ്കിൽ ഇവിടെയുള്ള ആളുകളെ കൊന്നുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുന്നു. നിന്റെ അനിയത്തിനെയും അങ്ങനെ തന്നെയാണ് കൊന്നതെന്ന് പറയുമ്പോഴേക്കും ഇവനും ദേഷ്യം വന്ന് ആൽഫേനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. രണ്ടുപേരുമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര കഷ്ടപ്പെട്ടാണെന്നറിയാവോ എൻ്റെ ശരീരമാണെങ്കിൽ ഞാൻ ഓക്കെ ആക്കി എടുത്തത്. ഇപ്പം എനിക്ക് നല്ല പവർ ഉണ്ടെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ചേർന്ന് ഭയങ്കര ഫൈറ്റ് ആണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് സ്റ്റെയിൻ്റെ അച്ഛനും ആ പ്രൊഫസറിനെയാണ് കാണിക്കുന്നത്. ശരി, എന്താണ് നടന്നതെന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയുന്നു. ഒരു 6 വർഷം മുമ്പാണ് എനിക്ക് അവളെ പരിചയം. അവളുടെ പേര് ലാറ. ഡെറിക്കിൻ്റെ അനിയത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഞാനൊരു കെമിസ്ട്രി പ്രൊഫസർ ആയതുകൊണ്ട് ഈ ഡെഡ് ബോഡി എങ്ങനെയാണെങ്കിൽ ഡിസ്പോസ് ചെയ്യുന്നതിനെ കുറിച്ചും പല കാര്യങ്ങളും എന്നോട് അവൾ ചോദിച്ചറിഞ്ഞു. അതിനുശേഷം അവൾ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. ഇതായിരുന്നു അവൾ അണിഞ്ഞ ഒരു ലോക്കറ്റ് എന്ന് പറഞ്ഞ് ആ ലോക്കറ്റിൻ്റെ പടമാണ് ഈ കാണിച്ചു കൊടുക്കുന്നു. ഈ ലോക്കറ്റ് ആരുടെ കയ്യിലുണ്ടോ അവളായിരിക്കും ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആദ്യം അത് കണ്ടുപിടിക്കാൻ പറയുന്നു. ഇവിടെ ആൽഫേനെ കാണിക്കുന്നു. എൻ്റെ പഴയ ശരീരം ഞാൻ തിരിച്ചെടുക്കാൻ പോകുവാണെന്ന് പറഞ്ഞ് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ആണെങ്കിൽ മുഖത്താണെങ്കിൽ ആ പാടുണ്ടല്ലോ അതെല്ലാം തന്നെ പോകുവാണ്. ഇപ്പം ഞാൻ പറയുന്നത് നീ കേൾക്കണം. എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു ഫാമിലി ആണെന്ന് പറയുന്നു. ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് ജാക്സനും നമ്മുടെ സ്കോട്ട് സംസാരിക്കുകയാണ്. ഇപ്പം ജാക്സൺ ഒരു കാര്യം പറയുന്നു. 3 ദിവസമാണ് നിനക്ക് ടൈം. അതിനുള്ളിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. ഇപ്പം ഞാൻ ചെയ്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിനക്കും അറിയാമായിരിക്കും എന്ന് പറഞ്ഞ് ഇപ്പം അവനും അവിടുന്ന് പോകുന്നു. ഇപ്പം ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കേറ്റും അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജാക്സിൻ്റെ പുറകിലാണെങ്കിൽ കഴുത്തിൻ്റെ പുറകിൽ പാടില്ല, അത് കാണുന്നു. ഈ കാര്യം ആർക്കിറ്റിൻ്റെ അടുത്ത് പറയുവാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ സ്കോട്ടാണെങ്കിൽ ഇത് കാണുകയും ചെയ്യുന്നു. ഇനി വലിയ വലിയ പ്രശ്നങ്ങളാണ് സ്കോട്ടിന് തരണം ചെയ്യാനുള്ളത്. ഇപ്പം ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഗൈസ്. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കണും ഞെക്കിയേക്കുക.